ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ്എൻവൈ ലേണിംഗ്. എടാ NMMSന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? സോ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് NMMS ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന ഭാഗത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് ചെയ്യാനാണ്, നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. By what least number should 3380 be multiplied to get a perfect square number? So ഈ ഒരു നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഏത് ലീസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏറ്റവും കുറഞ്ഞ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന നമ്പറിനെ ഗുണിക്കേണ്ടത്? എന്താക്കണം? അതിനൊരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു പൂർണ്ണവർഗമാക്കി മാറ്റാൻ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും, അല്ലേ? അപ്പം ഇവിടെ തന്നിട്ടുള്ളത് 3380 എന്ന് പറയുന്ന നമ്പറാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ 3ൽ 1 ടൈം 2 ഉണ്ട്. അഗെയിൻ 1 റിമൈൻഡർ വരും. 13ൽ 6 ടൈം 2 ഈസ് 12. അഗെയിൻ 1 റിമൈൻഡർ. 18ൽ 9 ടൈംസ് 2, റൈറ്റ്? 18ൽ 9 ടൈംസ് 2 ആൻഡ് 0 ഈസ് 0. റൈറ്റ്, അഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1ലില്ല. 16ൽ 2 എന്ന് പറയുമ്പോൾ 8 ടൈംസ് 2 ഉണ്ട്. 90ൽ നമുക്കറിയാം 45 ആണ്. സോ 845 എന്ന് കിട്ടും. അഗെയിൻ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കി നോക്കുക. 8ഉം 4ഉം 12 ആണ്. 12ഉം 5ഉം 17 ആണ്. 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എന്താ? ലാസ്റ്റ് നമ്പർ 5 ആയിട്ടുണ്ട്. സോ 5 കൊണ്ട് നമുക്ക് ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8/5 ചെയ്താൽ 1 എന്ന് കിട്ടും. ബാക്കി റിമൈൻഡർ 3 ഉണ്ടാവും. 34ൽ 6 ടൈം 5 ഉണ്ട്, ദാറ്റ് ഈസ് 30. റിമൈൻഡർ 4. 45ൽ 9 ടൈംസ് 5 ഉണ്ട്, ദാറ്റ് ഈസ് 169 എന്ന് കിട്ടും. 169 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 169 എന്ന് പറഞ്ഞാൽ എന്താ? 30ന്റെ സ്ക്വയർ അല്ലേ 169 എന്ന് പറയുന്നത്, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ 31. വി ക്യാൻ റൈറ്റ് 3380 3380 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 5 into 13 into 13 into 5 into 13 into 13. സോ ഇവിടെ നോക്കണം. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ ഒരു എന്താണ് ഫുൾ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആവണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റണം. അതാ 2 ഉള്ള 2 ആൾക്കാരുടെ ഗ്രൂപ്പ്, 13 ഉള്ള 2 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, 2 ആൾക്കാരെ ഓരോ ഗ്രൂപ്പിലായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ 5ന് പെയർ ചെയ്യാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ 5ന് എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു 5 കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പെയർ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇവിടെ എന്തായിട്ട് മാറുക? ഈ ഒരു നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുക. സോ ഏത് ലീസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 5 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെയിം ക്വസ്റ്റ്യൻ ഡിവിഷൻ വെച്ചും ചോദിക്കാം. ഏത് ചെറിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലാണ്, ഹരിച്ചാലാണ് നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുക എന്ന് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ് വരിക. എന്ത് ചെയ്യുക? ഈ 5നെ നമ്മൾ ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോഴാണ് ഇത് എന്തായിട്ട് മാറുക? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. By what least number should 2178 be divided to get a perfect square? അപ്പോൾ 2178 ആണ് അടുത്തൊരു നമ്പർ എന്ന് പറയുന്നത്. യെസ്, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ ഏത് ലീസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്, ഏത് നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. ഡിവിഷൻ ചോദിച്ചാലും മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് സെയിം ആൻസർ ആണ് കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ 2178നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 ഇവിടെ 1 എന്ന് കിട്ടും, റൈറ്റ്? സോ 17ൽ നമുക്കറിയാം 8 ടൈംസ്, ദാറ്റ് ഈസ് 16. ബാക്കി 18ൽ ഹിയർ 21ൽ നമുക്കറിയാം 10 ടൈംസ് 2 ഉണ്ട്. ആൻഡ് 17ൽ ഇറ്റ് ഈസ് 6 ടൈംസ് ആൻഡ് 18ൽ 9 ടൈംസ്. സോ 1069 എന്ന് കിട്ടും.
റൈറ്റ്. നെക്സ്റ്റ് 21 നമുക്കറിയാം 10 times 2 ഉണ്ട്, 20 ആണ്. ബാക്കി 1 റിമൈൻഡർ. 17 വി നോ ദാറ്റ് ദർ ഇസ് 8 times 2 that is 16. Remainder 1. 18 9 times 2 that is 1089 എന്നാണ് കിട്ടുക. 1089 എന്ന് നോക്കുക. 1 plus 8 9, 9 plus 9 18. 18 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. സോ 10/3 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. റിമൈൻഡർ 1. 18 it is 6 times 3. 9 it is 3 times 3. Again നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2 1 എന്ന് കിട്ടും. 1 to 1 കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി പറഞ്ഞൂടെ ദിസ് ഇസ് 11 സ്ക്വയർ. 1 to 1 എന്ന് പറഞ്ഞാൽ 121 11ന്റെ സ്ക്വയർ ആണ്, 11ന്റെ സ്ക്വയർ ആണ്. സോ 11 into 11 എന്ന് കിട്ടും. സോ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2178 എന്നുള്ളതിനെ 2 into 3 into 3 2 into 3 into 3 പിന്നെ ആരാളെ into 11 into 11 into 11 into 11. സോ നിങ്ങൾ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും അങ്ങ് പെയർ ചെയ്ത് കൊടുക്കുക. 2ന് പെയർ ചെയ്യാൻ ആളുണ്ടോ? ആളില്ല. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പൂർണ്ണവർഗം അല്ല എന്ന് പറയാൻ പറ്റും. റൈറ്റ്. 3നെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, 11നെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ആർക്കാണ് പെയർ ഇല്ലാത്തത് നോക്കുക? 2നാണ് പെയർ ഇല്ലാത്തത്. സോ ഏത് നമ്പറാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയേണ്ടത്? ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 ഡിവൈഡ് ചെയ്ത് കളയുക. അപ്പോൾ ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആയിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ നമുക്ക് അവിടെ കിട്ടും. സോ ഏത് ലീസ്റ്റ് നമ്പർ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഇവിടെ 2 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. സോ ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാലും മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഏത് നമ്പർ വെച്ച് ഗുണിക്കണമെന്നും ഏത് നമ്പർ വെച്ച് ഹരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ താഴെ കമന്റിലൂടെ അറിയിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ്? റൂട്ടൊക്കെ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് നമ്മൾ സ്ഥിരമായിട്ട് NMS എക്സാമിന് കാണുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് റൂട്ട് ഓഫ് 0.324 into 0.049 ഡിവൈഡഡ് ബൈ 0.0021. സോ ഈ ന്യൂമറേറ്റർ റൂട്ടിനുള്ളിലാണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ആ റൂട്ട് മാത്രം എടുക്കുകയാണ്, ന്യൂമറേറ്ററിൽ മാത്രം എടുക്കുകയാണ്. റൈറ്റ്. ന്യൂമറേറ്റർ മാത്രം എടുക്കുന്നു. അത് മാത്രമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഓക്കെ. സോ 0.324 into 0.049 ഇതിനെ ഞാൻ എന്താക്കുന്നുണ്ട് നോക്കിക്കോ. ഈ 0.324 എന്നുള്ളതിനെ റൈറ്റ് ഇതിനെ എനിക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. 0.324 ഇൻറ്റു ഈ ടോട്ടൽ റൂട്ടിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് റൂട്ട് ഓഫ് 0.324 ഇൻറ്റു റൈറ്റ് വെയിറ്റ് ഇതിന് നമുക്ക് എന്താക്കാൻ അറിയാം? ഇതാ റൂട്ട് ഓഫ് 0.324 എന്ന് പറഞ്ഞാൽ 0.324 എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 0.324 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 324 ഡിവൈഡഡ് ബൈ 1000 അല്ലേ? 324/1000 അല്ലേ? 0.324 എന്ന് പറഞ്ഞാൽ എന്താ? 324/1000. 0.049 എന്ന് പറഞ്ഞാൽ എന്താ? 49/1000. 0.049 എന്ന് പറഞ്ഞാൽ 49 ഡിവൈഡ് ബൈ 1000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? റൂട്ട് ഓഫ് 324 into 49 ഡിവൈഡഡ് ബൈ 1000 into 1000 ആണ് ഡിനോമിനേറ്റർ. അത് എത്രയാ? 1000 into 1000 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് 6 zeros വരും. 1 കഴിഞ്ഞിട്ട് എത്ര സീറോസ് വരും? 1 കഴിഞ്ഞിട്ട് 6 zeros ആർ ദർ. റൈറ്റ്. ഓക്കെ. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഈ റൂട്ടുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് റൂട്ട് ഓഫ് 324 into 49 എന്ന് പറഞ്ഞാൽ റൂട്ട് 324 into റൂട്ട് 49 എന്ന് നമുക്ക് പറയാം. അവിടെ ആ റൂട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും റൂട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. റൂട്ട് ഓഫ് 324 into 49 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 lakh എന്ന് നമുക്ക് എഴുതാം. റൈറ്റ്. എഗെയിൻ നമുക്ക് ഈ ന്യൂമറേറ്ററിലും റൂട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 324 into റൂട്ട് 49 എന്നാക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 lakh എന്നുണ്ടാവും. റൈറ്റ്. യെസ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. റൂട്ട് 324 എന്ന് പറഞ്ഞാൽ 18ന്റെ സ്ക്വയർ ആണ്, 18ന്റെ സ്ക്വയർ ആണ് 324 എന്ന് പറഞ്ഞാൽ. അപ്പോൾ റൂട്ട് 324 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? 18 ആയിട്ട് മാറും. ഇൻറ്റു റൂട്ട് 49 നമുക്കറിയാം 7 ആണ്, 7 സ്ക്വയർ ആണ് 49. സോ റൂട്ട് 49 ഈസ് 7 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 lakh. റൂട്ട് ഓഫ് 1 lakh എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം ഇവിടെ 6 zeros ഉള്ളത്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അവിടെ
3 zeros ആണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 18 into 7 divided by 1000 എന്ന് വരും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച ഈ ന്യൂമറേറ്റർ മാത്രമാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഡിനോമിനേറ്ററിലേക്ക് ഒന്ന് നോക്കാം. റൈറ്റ്, ഡിനോമിനേറ്റർ എത്രയാ? 0.0021. ദിസ് ഇസ് ഈക്വൽ ടു 0.0021 എന്ന് പറഞ്ഞാൽ എന്താ? 21 divided by 10,000 അല്ലേ? 21 by 10,000 അല്ലേ? സോ ആ 21 by 10,000 ഞാൻ എന്ത് ചെയ്യുന്നു? അതേപോലെ വെക്കുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് 18 into 7 by 1000. ഓക്കെ, ഞാൻ ആ ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യാണ്. ന്യൂമറേറ്ററിന് പകരം ഞാൻ അങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ, ഹോൾ ഡിവൈഡ് ബൈ, ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 21 by 10,000. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നു. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നാൽ നമുക്കറിയാം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 18 into 7 by 1000 ഇൻറ്റു റെസിപ്രോക്കൽ എന്താ? ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ 10,000 by 21. 10,000 by 21 എന്ന് വരും. സോ ഈ 21ഉം 7ഉം ക്യാൻസൽ ചെയ്യാം, 3 എന്ന് വരും. ഈ 3ഉം 18ഉം അഗെയിൻ ക്യാൻസൽ ചെയ്യാം, 6 എന്ന് വരും. ഓക്കെ, ഇതിലുള്ള 1000ഉം ഇവിടെയുള്ള ഒരു 3 zeros ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ ബാക്കി ഉണ്ടാവുക 6 into 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 60 ഈസ് അവർ ആൻസർ. 60 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി 60 ആണ്. ഇതിൽ നമുക്ക് ആദ്യമേ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് 0.324 into 0.049 എന്ന് പറയുമ്പോൾ 324 18ന്റെ സ്ക്വയർ ആണ്, 49 7ന്റെ സ്ക്വയർ ആണ് എന്നുള്ള ഐഡിയ നമുക്ക് ആദ്യം ഉണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ ഈ ഡെസിമൽ പ്ലേസസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്റ്റെപ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സ് ഇങ്ങനെ തന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? സ്റ്റെപ്സ് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് NMS എക്സാമിന് നമുക്ക് പോകുമ്പോൾ നമുക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് മക്കൾ ആൻസർ ചെയ്യണം. റൈറ്റ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the simplified form of root of 2.25 into 0.0064 divided by 0.015? ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 2.25 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 225 by 100 എന്ന് എഴുതാം. അതേപോലെ 0.0064 എന്താക്കി പറയാം? 0.0064 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 64 divided by 10,000 ആണ്. റൈറ്റ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാം. റൈറ്റ്, പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഞാൻ സ്റ്റെപ്പ് കുറച്ച് കുറയ്ക്കുകയാണ്. ഈ ന്യൂമറേറ്ററിൽ റൂട്ട് ഓഫ് 2.25 ഇൻറ്റു റൂട്ട് ഓഫ് 0.0064 എന്നാക്കിയിട്ട് ഞാൻ മാറ്റി. ഡിനോമിനേറ്റർ ഈസ് 0.015. സോ 2.25 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 2.25 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 225 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയറാണ്, 15ന്റെ സ്ക്വയർ ആണ് 225. അപ്പോൾ 2.25 എന്ന് പറയുന്നത് 1.5ന്റെ സ്ക്വയർ ആണ് 2.25. 1.5ന്റെ സ്ക്വയർ ആണ് 2.25. ഓർ റൂട്ട് ഓഫ് 2.25 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ 225 by 100ന്റെ റൂട്ട് എടുത്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 15 by 10 എന്ന് കിട്ടും. 15 by 10 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. 0.0064 എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ 0.08ന്റെ സ്ക്വയർ ആണ് എന്ത് പറയുന്നത്? 0.0064 അല്ലേ? ഇത് റൂട്ട് ഓഫ് 0.0064 എന്ന് പറഞ്ഞാൽ 0.08 ആണ്. ഞാൻ ഡയറക്റ്റ് കുറേ സ്റ്റെപ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതാണ് 0.0064 എന്ന് പറഞ്ഞാൽ 64 by 10,000 ആണ്. ഇതിന് റൂട്ട് നിങ്ങൾ എടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 by 100 എന്ന് കിട്ടും. സെയിം തന്നെയാണ് എന്ത്? 0.08. അപ്പോൾ ആ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ 0.08 ഡിവൈഡ് ബൈ 0.015 എന്നാക്കി മാറ്റാം. റൈറ്റ്, ഇനി ഇതിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. 1.5 by 0.015. റൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1.5 into 0.08 ഡിവൈഡഡ് ബൈ, ഇതിനെ ഞാൻ 1.5 എന്ന് എഴുതാണെങ്കിൽ 0.015നെ 1.5 എന്ന് എഴുതാണെങ്കിൽ ഇൻറ്റു ഒരു 10 raised to അല്ലെങ്കിൽ 1.5 എന്ന് എഴുതാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതണ്ടേ? ഡിവൈഡ് ബൈ 100 എന്നാക്കണ്ടേ? റൈറ്റ്, 1.5 by 100 ചെയ്യുമ്പോഴാണ് അഗെയിൻ നമുക്ക് എന്ത് കിട്ടുക? 0.015 എന്ന് കിട്ടുക. സോ 1.5 by 100 എന്നാക്കി മാറ്റി. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 1.5 ഇൻറ്റു 0.08 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 100 by 1.5.
സോ ഈ 1.5ഉം ഈ 1.5ഉം ക്യാൻസൽ ചെയ്യാം. 0.08 ഇൻറ്റു 100 എന്നായിരിക്കും കിട്ടുക. 0.08ൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആയിരിക്കും നമ്മുടെ ആൻസർ. 0.08ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്താൽ 0.08 ഇൻറ്റു 10 ചെയ്താൽ 0.8 ആയിട്ട് മാറും. ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, 8 എന്നുള്ള ഫൈനൽ ആൻസർ അവിടെ കിട്ടുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങനത്തെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റെപ്സ് ഇവിടെ കുറഞ്ഞു കിട്ടി, റൈറ്റ്. ഇനി നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് അത്രയും സ്റ്റെപ്സ് കുറഞ്ഞുകൊണ്ട് ടൈം വളരെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ടൈം കുറഞ്ഞുകൊണ്ട് ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ കോമ്പറ്റീവ് എക്സാംസിന് പോകുമ്പോൾ, NMMS പോലത്തെ എക്സാംസിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈമിന്റെ ഫാക്ടർ ആയിരിക്കും, റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. NMMSന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തുണ്ട് യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ NMMSന്റെ ഒരു നമ്മളുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NMMSന് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ NMMSന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇതേപോലുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.